സർ, GMMC എന്നുള്ളൊരു ഗ്ലോബൽ മാരേജ് മീഡിയേഷൻ സെൻറ്ററിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ഇത്? ഇതിനെക്കുറിച്ച് എന്താ സാറിന് പറയാനുള്ളത്? ഓക്കെ, നമ്മൾ ഈ GMMC ഗ്ലോബൽ മാരേജ് മീഡിയേഷൻ സെൻറ്റർ, ഈ മാരേജ് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതം മുഴുവനും അയാളുടെ കുട്ടികൾ, അയാളുടെ വൈഫ് എല്ലാവരും അടങ്ങുന്ന ഒരു സംഭവത്തിൽ ഒന്നിച്ച് ഇരുന്നതിന് ശേഷം അവർ രണ്ടാകുകയാണ്. അപ്പോൾ ആ രണ്ടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ഒരു ഫാമിലി കോർട്ടിൽ പോയി വളരെ നല്ലപോലെ പഠിച്ച രണ്ട് ലോയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരോടും വാശിയോടും കൂടി വാദിച്ച് ഇത് വരുമ്പോൾ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് ഇവരുടെ എല്ലാ ഫാമിലിക്കും സ്വകാര്യതകളുണ്ട്, എല്ലാ വ്യക്തികൾക്കും സ്വകാര്യതകളുണ്ട്. അപ്പം നമുക്കെല്ലാം ഈഗോയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വളരെ സ്വകാര്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും മാത്രം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരു പൊതുവേദിയിൽ, പ്രത്യേകിച്ച് ഒരു കോടതിയിൽ ഓപ്പണായിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് ഒരു അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ. പിന്നെ പല അവധിക്ക് പോയി, വീണ്ടും അവധിക്ക് പോയി, ഒരു ലീഗൽ പ്രോസസ്സ്. അപ്പോൾ ഒരു മാരേജിനകത്തൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഡിവോഴ്സിനാണ് അവർ കേസ് കൊടുത്തേക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളീ കൊടുക്കുന്ന സേവനം, ഈ ഗ്ലോബൽ മാരേജ് മീഡിയേഷൻ സെൻറ്റർ, അതിലിതിൻ്റെ എക്സ്പേർട്സ് ഉണ്ട്. അപ്പോൾ കോടതിയിൽ ഉള്ളതുമായിട്ട് കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ലീഗൽ എക്സ്പേർട്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് സൈക്കോളജിസ്റ്റുകളുണ്ട്. അപ്പം അതുകൂടാതെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ ഇവർക്കൊരു ഹെൽപ്പ് കിട്ടാൻ പറ്റിയ ഒരു ടീമായിട്ട്, ആ ടീമായിട്ട് ഒന്നിച്ചൊരു ഹെൽപ്പ് കിട്ടും. തന്നെയല്ല, നമുക്കിപ്പോൾ ഒരു മാരേജ് ഡിവോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി പ്രോസസ്സ് വഹിച്ച് ഒരുപാട് ടൈം എടുക്കും, ധാരാളം സമയം അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാം. ഇതിനങ്ങനല്ല. ഇതിനകത്ത് ഒരാൾക്ക് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കാം. അതിനകത്ത് തന്നെ AI എനേബിൾഡ് ആണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം AI തന്നെ നമുക്ക് മറുപടി പറഞ്ഞു തരും. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പറഞ്ഞു തരും. അതുകൂടാതെ നമുക്ക് ഒരു ലോയറെ ഇല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിസ്റ്റിനെ കൂടെ കൺസൾട്ട് ചെയ്യണം, അവരുടെ കൗൺസിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ പ്രോസസ്സ്, നമ്മൾ സ്പെൻഡ് ചെയ്ത ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ലോയർ ആൻഡ് സൈക്കോളജി ഒന്നിച്ചുള്ളൊരു കൗൺസിലിംഗ് പ്രോസസ്സാണ്. അത് നമുക്ക് ഓൺലൈനിലും ചെയ്യാം, സൂമിലോ വീഡിയോ മോഡിലോ വീഡിയോ കോൺഫറൻസ് വഴി ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന ആൾക്കാർക്കും, അതാണ് ഏറ്റവും വലിയൊരു കാര്യം, അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നമ്മുടെ ഈ സർവീസ് എടുക്കാം. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗത്തുള്ള സത്യം എന്താണ്, മിഥ്യ എന്താണ്, തെറ്റിദ്ധാരണകൾ എന്താണ്, ഇതെല്ലാം നമ്മൾ സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും എഗ്രി ചെയ്യുവാണെങ്കിൽ, അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എഗ്രി ചെയ്യുവാണെങ്കിൽ അവർക്ക് ഈ 1-2 ദിവസം കൊണ്ട് ഈ എൻ്റയർ പ്രോസസ്സ് അങ്ങ് തീർക്കാം. അതിനകത്ത് എക്സ്പേർട്സ് സംസാരിച്ച് അത് മുഴുവൻ ഡോക്യുമെൻ്റ് ചെയ്ത് കോടതി കൊടുക്കാവുന്ന രീതിയിൽ പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്ത്, ഇപ്പോൾ കോടതിയിൽ പോകണ്ടാത്ത രീതിയിൽ തന്നെ ഡോക്യുമെൻ്റ് ചെയ്ത് ഈ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ഇവിടെ നിന്ന് തന്നെ. ഇപ്പോൾ ഒരു ആളാണ്, ഇപ്പം ഭാര്യ മാത്രമാണ് ഇവിടെ ബന്ധപ്പെടുന്നത്, ഇല്ലെങ്കിൽ ഭർത്താവ് മാത്രമാണ് ഇവിടെ ബന്ധപ്പെടുന്നത്. അപ്പം നമുക്കിവിടെ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പം മറ്റേ ആളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നമുക്കൊരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ മറ്റേ ആളെ ഇവിടെ നമ്മുടെ എക്സ്പേർട്സ് വിളിക്കും. അപ്പം അവർക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ സമയം അനുസരിച്ച് നമ്മൾ വിളിക്കും. വിളിച്ച് സംസാരിച്ച്, അപ്പോൾ അയാൾ ആദ്യമേ എഗ്രി ചെയ്യുന്നില്ല അതിൻ്റെ വശങ്ങളെല്ലാം, എന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഒരാൾ ഇവിടെ കൺസെൻറ്റ് തന്നേക്കുക, ആവശ്യപ്പെട്ടേക്കുകയാണ്, ഇവിടെ ക്ലയൻ്റാണ്. അപ്പോൾ നമ്മളുടെ ലോയേഴ്സിനും നമ്മളുടെ പ്രൊഫഷണൽ ഗ്രൂപ്പിനും മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി സംസാരിച്ച് അത് സ്വല്പം കൂടെ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടതെല്ലാം മാറ്റി ഈ സ്ഥാപനത്തിലൊരു ട്രസ്റ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഇവർക്ക് തോന്നുവാണ് വേണ്ട, ഏതായാലും കോടതി പോയി ഇങ്ങനെ ഒരുപാട് വലിച്ചഴക്കേണ്ട, കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിനെ ഒന്നും ബാധിക്കണ്ട, ഇവിടെ തീരണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2-3 ദിവസം കൊണ്ട് പെട്ടെന്നത് പറഞ്ഞ് തീർക്കാനും കൃത്യമായൊരു മീഡിയേഷൻ നടക്കും. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട്, ഒരു കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഡിവോഴ്സ് പ്രോസസ്സ് അങ്ങ് തീരും.
കോസ്റ്റ് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ കോടതിയിൽ അത്ര ചിലവ് നമുക്ക് വരത്തില്ല. പിന്നെ ഈ ഇവരിൽ പാർട്ടി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. പിന്നെ അവർക്ക് ഈ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് ഭയങ്കര വാദിപ്രതിവാദം നടത്തുന്നതിന് പകരം ഒരു കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിവാഹ ജീവിതത്തിൻ്റെ എൻഡിങ് ആണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. അതല്ല ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ സംസാരിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ നമ്മുടെ സൈക്കോളജി എക്സ്പെർട്ടൊക്കെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകുമ്പോൾ ഇത് മൊത്തം ഉണ്ടായതിന് ചിലപ്പോൾ ഒരു മറ്റെന്തെങ്കിലും കാരണമാണ്, ചൈൽഡ്ഹുഡ് ട്രോമയോ അതല്ലെങ്കിൽ നമുക്ക് ഏർലി ചൈൽഡ്ഹുഡിലുണ്ടായിട്ടുള്ള ഒരു അനുഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഇവരെ പേരൻസിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഹീൽ ചെയ്ത് രണ്ടുപേരും തങ്ങളത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് അറ്റ് എ ടൈം യൂസ് ചെയ്യാം. അതെ, എല്ലാം ഇപ്പോൾ കോടതിക്ക് അപ്പുറത്തേക്കായിട്ട് ഇതിനകത്തൊരു 10-15 ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ്, അത് ഫുൾ ടൈം എൻഗേജ്മെൻറ്റ് വേണ്ട. കാരണം നമ്മൾ ഈ വിവര സാങ്കേതിക വിദ്യയുടെ ആ ഒരു സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ലോകത്ത് എവിടെ ഇരുന്നു എക്സ്പേർട്സിന് ഈ ആക്ടിവിറ്റിയിൽ സഹായിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഹോസ്റ്റിലിറ്റി, ഹസ്ബൻഡും വൈഫോട് ഒന്നിച്ച് ജീവിച്ചതാണ്, അവർക്ക് ഗുഡ് ഓൾഡ് ഡേയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഹോസ്റ്റിലിറ്റിയും ടെൻഷനും ഇല്ലാതെ വളരെ ഫാസ്റ്ററായിട്ട് ട്രഡീഷണൽ ഡിവോഴ്സിനെ കഴിഞ്ഞ് വളരെ ഫാസ്റ്ററായിട്ട് എന്നാൽ ലെസ് എക്സ്പെൻസീവായിട്ട്, പിന്നെ ഒരു വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും അതിൻ്റെ വരേണ്ട കാര്യമില്ല, ഇമോഷണലി സ്ട്രെസ്സ് വരേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ ഒരു പ്രോപ്പർലി പേരൻറ്റിങ് ചെയ്തുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ രണ്ടു പേർക്കും നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകാവുന്ന രീതിയിൽ, അപ്പോൾ കുട്ടികളുടെ ബിഹേവിയറിനെ ഇത് ബാധിക്കാത്ത രീതിയിലൊക്കെ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെല്ലാം ഉപരിയായിട്ട് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. കോടതിയിൽ പോയി നമ്മുടെ സ്വകാര്യത ഇങ്ങനെ വലിച്ചു കീറി എല്ലാവരുടെയും മുന്നേ ആകേണ്ട കാര്യം, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് നമ്മുടെ ഈ പ്രൊഫഷണൽസും പാർട്ടീസിനും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സർവീസ് കിട്ടും. വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില മാറ്റേഴ്സും വരാമല്ലോ. പിന്നെ ഈ അവർ തങ്ങളുടെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനും ഒരു മ്യൂച്വലി അക്സെപ്റ്റബിൾ സൊല്യൂഷൻ രണ്ടുപേർക്കും സ്വീകാര്യമായിട്ടുള്ള. പിന്നെ നമുക്ക് വേറെ ചിലപ്പം പിന്നെ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഇഷ്യൂസ് കാണും, ചിലപ്പോൾ റിലീജിയസ് കൾച്ചറൽ ആസ്പെക്ട്സ് കാണും. ഇനി ഈ അതുപോലെ തന്നെ ഒരു കോ പേരൻറ്റിങ് പ്ലാന് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ എല്ലാത്തിനും ഉപരിയായിട്ട് ചിൽഡ്രൻസ് അവരുടെ ഫ്യൂച്ചറിൻ്റെ അത് കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സെലിബ്രിറ്റികൾ, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, അവർക്കൊക്കെ ഈ സംഭവം എൻഡ് ചെയ്യണമെങ്കിലും ഈ കോടതിയിൽ പോയി ഇങ്ങനെ വലിച്ചെടുക്കുന്ന അവരുടെ സ്വകാര്യത ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സ്, പിന്നെ അൺസർട്ടനിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റോട് കൂടിയുള്ള സെപ്പറേഷൻ, ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ. പക്ഷേ ഇതെല്ലാം നമ്മൾ എല്ലാം എവിഡൻസ് ആക്കിക്കൊണ്ട് പ്രോപ്പർലി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല. ഒരിക്കലും അവർക്ക് ഇതിന് പുറകോട്ട് പോകാൻ പറ്റത്തില്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും ഇത് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻസ് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. പിന്നെ അവർക്ക് ഓണർഷിപ്പ്, ജോയിൻ്റ് ഓണർഷിപ്പ്, ഒരു കുടുംബം ഒന്നിച്ച് കഴിഞ്ഞതല്ലേ, വാഹനത്തിൽ ഓണർഷിപ്പ് കാണും, വീട്ടിൽ ഓണർഷിപ്പ് കാണും, ഷെയർ ഷെയർ സ്റ്റോക്ക്, ചിലപ്പം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഫാമിലിയിലാണെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അങ്ങനെയുള്ള വളരെ കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കസ്റ്റഡി, കുട്ടികളുടെ വിസിറ്റേഷൻസ്, പിന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ട്, കുട്ടികളുടെ എഡ്യൂക്കേഷനുമായിട്ട്, പിന്നെ അതുപോലെ തന്നെ ഈ ടാക്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇംപ്ലിക്കേഷൻസ്, പിന്നെ ജോയിൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് ചിലപ്പോൾ കാണും. പിന്നെ ഒരുപാട് അങ്ങനെ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് ഒരുപാട് കാണും. സ്വത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് തന്നെ കാണും. ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് കാണും. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും ജസ്റ്റ് ഒരു മാരേജ് ഡിസൊല്യൂഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ വരാവുന്ന എല്ലാ പ്രോബ്ലംസും, അതോടൊപ്പം തന്നെ ഈ കപ്പിളിൻ്റെ ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്റ്റ്, ഇതൊന്നും കളയാതെ, ഇത് പ്രൈവറ്റ് ആണെങ്കിൽ, ഇത് പ്രൈവറ്റ് ഏജൻസിയാണ്, ഇറ്റ്സ് എ ട്രസ്റ്റ് ബേസിക്കലി ചെയ്യുന്നത്. റിട്ടയർ ചെയ്ത ജഡ്ജസൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ തീരുമാനത്തിൽ വരുന്നത്, അവരും ഉണ്ടാവും. പക്ഷേ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ പക്ഷേ വരുന്നത്
നിയമത്തിൻ്റെ മുന്നേ വിലയുള്ളതാണ്. ഇതിനുള്ള രേഖകൾ ലോകത്തെവിടെയും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ. പാടുപെട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യം വരുന്നില്ല ഇല്ല ഈ ഒരു സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം. കോടതി പോയി ഒരു 3-4 അവധിയായി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മടുക്കും. ഇത് വർഷങ്ങൾ നീണ്ടുപോകും. പല ഡിവോഴ്സുകളും അത് തന്നെ പല ദുരിതത്തിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട്. പല ആളുകളുടെയും യാത്രകൾ മുടങ്ങിപ്പോവാറുണ്ട്. അവരുടെ ജോബ് എല്ലാം ഇതിനൊരു താളം തെറ്റാറുണ്ട്. ആ സമയത്ത് ഇത്തരം ഈ ഹെൽത്ത്, അത് ഈ ഡിവോഴ്സിൻ്റെ സമയത്തുണ്ടാകുന്ന പരിമുറുക്കം, അതിനകത്തുണ്ടാകുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്, പല രോഗങ്ങളായിട്ടും മനസ്സിൻ്റെ ഒരു സമനില തന്നെ തെറ്റുന്ന, പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടെ കവർ ചെയ്തുകൊണ്ടാണ് എല്ലാത്തിനും കൂടെ ഒരു അബ്സല്യൂട്ടായിട്ട് വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ, ജസ്റ്റ് കോണ്ടാക്ട് ചെയ്ത് ഫോർമാലിറ്റീസ് ചെയ്ത് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലീഗലി ആണ്, കോടതി മുഖാന്തരമായിരിക്കില്ല നമുക്ക് ഡിവോഴ്സ് ലഭിക്കേണ്ടത്. അങ്ങനെയാണല്ലോ നമുക്ക് നോർമലി നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇത് 2 സെഗ്മെൻ്റ് ആയിട്ട് പോകേണ്ടി വരുമോ? ഈ ഒരു GMMCയിൽ വരികയും അതിൻ്റെ പുറമെ നമ്മൾ കോടതിയിൽ കയറേണ്ട അവസ്ഥയും വരുമോ എന്നുള്ളതാണ്. ഇല്ല, ഇത് ഓൾറെഡി ചിലപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്കതിനൊരു ലെറ്റർ ഇവരെ കൊണ്ട് തന്നെ നമുക്ക് ഫോർവേഡ് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു മീഡിയേഷൻ ടൈം നമുക്ക് അബ്സല്യൂട്ട്ലി ലീഗലാണ്, കോടതി അതിനെ അംഗീകരിക്കും. അപ്പം ഈ ഒരു ശ്രമം നടത്തിയിട്ട് അപ്പോൾ അതൊരു ചെറിയ ടൈമായിരിക്കും തരുന്നത്. അപ്പോൾ ഒരു 15 ദിവസമോ 1 മാസമൊക്കെ കോടതി ഈ ഒരു മീഡിയേഷന് വേണ്ടിയിട്ട് അങ്ങ് തരും. ഓൾറെഡി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീഡിയേഷൻ വിജയിക്കുവാണെങ്കിൽ വിജയിച്ചു, ഇവിടുത്തെ എവിഡൻസ് എന്താണ്, ഇവിടുത്തെ തീരുമാനം എന്താണ്, നമ്മൾ കോടതിക്ക് ഇവിടെ അറിയാവുന്ന രീതിയിലുള്ള എവിഡൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അതവിടെ കൊടുക്കാം. പിന്നെ തന്നെയല്ല, പാർട്ടീസ് അംഗീകരിച്ച് കഴിഞ്ഞു. പാർട്ടീസ് അംഗീകരിച്ച് കഴിഞ്ഞ് അത് കോടതിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കേസ് അപ്പം തന്നെ തീർപ്പാക്കാം. ഇതിൽ പിന്നെ പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ എന്താണ്, ഇനി ഇസ്ലാമിക് സ്ത്രീകളാണെങ്കിലും മൊഴി ചൊല്ലുക, അല്ലെങ്കിൽ അവരങ്ങ് ഇത്രയും ത്യാഗങ്ങൾ സഹിക്കാതെ എങ്ങനെ കോടതി കയറി ഇറങ്ങുക, അല്ലെങ്കിൽ പല കടമ്പകൾ കടക്കേണ്ട അവസരങ്ങൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും സഹിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഇത് എത്രത്തോളം ബെനിഫിറ്റ് ആവും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ ഈ മുത്തലാഖ് എന്ന് പറയുന്ന 3 ഒറ്റ പ്രാവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡല്ല. നിയമത്തിൻ്റെ മുന്നേ അതിന് വിലയില്ല. ഇപ്പോൾ 3 പ്രാവശ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിയമം പറഞ്ഞേക്കുന്ന ആ രീതി തന്നെ കൊടുക്കണം. പിന്നെ ആ രീതി തന്നെ കൊടുക്കുന്നതും അപ്പോൾ അതിനകത്തും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ 2 പേരെയും സെപ്പറേറ്റായിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവിടെ ഈ ലേഡിക്ക് വീണ്ടും റിക്കോർഡ്സ് ഉണ്ട്, അവർക്ക് അവരുടെ അവകാശങ്ങൾ വീണ്ടും ഉണ്ട്. അവർക്ക് പല കാര്യമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ പോകാം. കോടതിയിൽ ചെല്ലുമ്പം പൊതുവേ സ്ത്രീകൾക്ക് ആനുകൂല്യം കുറച്ചുകൂടെ കൂടുതലാണ്. ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പുരുഷനെയോ അയാളുടെ കുടുംബത്തുള്ളവരെയോ മാതാവിനെയോ പിതാവിനെയോ ഒക്കെ വേണമെങ്കിൽ ജയിലിൽ പിടിച്ചിടാം. അപ്പം അത്രയും വരെ ഇത് പോകും. പക്ഷേ ഈ നമ്മുടെ ഇതിനകത്താണെങ്കിൽ കോടതി പോയിട്ടില്ല, 2 പേരും തമ്മിൽ തെറ്റി. അപ്പോൾ ആ സമയത്താണെങ്കിൽ പോലും നമ്മളിതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ വെബ്സൈറ്റിൽ കയറി മനസ്സിലാക്കി ചോദിക്കേണ്ട ചോദ്യമെല്ലാം AI തന്നെ ചോദിച്ചു. അപ്പോൾ തന്നെ ആൻസർ എല്ലാം കിട്ടി. അത് കഴിഞ്ഞ് ഇവിടെ ലോയറും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സൈക്കോളജിസ്റ്റും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാം. ഓൺലൈനിൽ തന്നെ എടുത്ത് കാര്യങ്ങൾ സംസാരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അപ്പം എന്നിട്ട് വേണേൽ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ മറ്റേ ആളെ കേസായിട്ടില്ല, കോടതിയിലൊന്നും പോയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് തന്നെ വിളിച്ചു വരുത്താനായിട്ട് പറ്റും. അതിന് വിളിച്ചു വരുത്താനായിട്ട് അയാൾ പുറത്തുള്ള ആളാണോ, വരാൻ പറ്റത്തില്ലാത്ത ആളാണ്, അയാൾക്കും ഓൺലൈനിൽ തന്നെ വീഡിയോ കോൺഫറൻസ് വഴി തന്നെ കയറി സംസാരിച്ച്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിലും പോകാതെ ഒരു കോടതിയിലും പോകാതെ പാർട്ടി വില്ലിങ് ആണെങ്കിൽ നടന്നു പോയൊരു മാരേജാണ്, ആ മാരേജ് അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയി 2 ദിവസം താമസിച്ചിട്ട് വരുന്ന ഇതിൽ പിക്നിക്കിന് പോയിട്ട് വരുന്ന ഒരു ലാഘവത്തോടു കൂടി തന്നെ അവർക്ക് നമ്മുടെ ഈ സേവനം 2 പേരും വില്ലിങ് ആണെങ്കിൽ ഒരാളിവിടെ പരാതി തന്നാലും നമ്മൾ മറ്റേ ആളെ കൂടെ കോണ്ടാക്ട് ചെയ്യും. കോണ്ടാക്ട് ചെയ്തിട്ട് അത് പിന്നെ നല്ല രീതിയിൽ നമ്മൾ മീഡിയേഷൻ നടക്കുകയാണെങ്കിൽ 2 പേരും കൂടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, അടുത്ത ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്, അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്ത് രേഖകൾ തയ്യാറാക്കി ഈ പറഞ്ഞതുപോലെ ഫൈനലി എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ വേറെ ആരും വേണ്ട. പിന്നെ ഇവർക്ക് ലോയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ പാനലിൽ അവരും കാണും. അപ്പോൾ അവരവരുടെ ഇൻട്രസ്റ്റുകൾ
പറയാനായിട്ട് അവർക്കും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇതിൽ സ്ത്രീകൾ അങ്ങോട്ട് മൊഴി ചൊല്ലുക ഇസ്ലാമിലെ പല ആളുകൾക്കും അറിയില്ല, എന്നാലും സ്ത്രീകൾ അങ്ങോട്ട് മൊഴി ചൊല്ലുന്നുണ്ടല്ലോ, പല രീതിയിൽ അങ്ങോട്ട് മൊഴി ചൊല്ലാറുണ്ട്. അപ്പം അവർക്ക് ഇതെങ്ങനെയാണ്? ചിലപ്പോൾ മൊഴി ചൊല്ലുന്നത് ഭർത്താക്കന്മാരെ കാണാഞ്ഞിട്ടോ കുറേ കാലമായിട്ട് മിസ്സിങ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് അറിയാത്തതോ ഒക്കെ ആയിരിക്കാം സ്ത്രീകൾ പലപ്പോഴും. ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇതിന് എത്രത്തോളം? അതിനൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്ത്രീകളായിട്ട് ഇസ്ലാമിക് ഫെയ്ത്തിലെ ഒരു ഡിവോഴ്സ് അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് ഖുല എന്നാ പറയുക. അപ്പോൾ ഖുല നമ്മൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ മൊഴി ചൊല്ലുന്ന ആ പ്രോസസ്സിലല്ല, സാധാരണഗതിയിൽ കോടതിയിൽ തന്നെയാണ്, ഫാമിലി കോടതി തന്നെയാണ് കേസ് കൊടുക്കേണ്ടത്. അവിടെ കൊടുക്കുമ്പം 2 കാര്യം കമ്പൽസറിയാണ്. ഒന്ന്, ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു മീഡിയേഷൻ, ഒരാൾ ഇവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഹസ്ബൻഡിനെ പോയി കാണണം. ഹസ്ബൻഡിനെ പോയി കണ്ട് സംസാരിച്ച് അത് നടപടി ആവില്ല, നടക്കത്തില്ല എന്ന് മനസ്സിലാക്കുക. തീരുവാണെന്നെ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു മീഡിയേഷൻ നടത്തി എന്നുള്ളതിന് എവിഡൻസും വേണം. 2ാമത്തെ കാര്യം, കല്യാണം കഴിക്കുമ്പോൾ ഒരു മെഹർ കൊടുത്തിട്ടുണ്ടാവും. അതെ, ഈ സ്ത്രീക്ക് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. ആ സ്ത്രീയുടെ സ്വന്തമാണ്. ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. 2 കണ്ടീഷനാണ്. ഒന്ന്, ഈ ആ മീഡിയേഷൻ ഒന്നെങ്കിൽ ഇവിടെ നിന്നാകാം, അല്ലെങ്കിൽ ലോക്കലി റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ആരും ആകാം. ഓക്കെ, ഇവിടെ നിന്ന് ചിലപ്പോൾ നമ്മൾ ഇസ്ലാമിക് സ്കോളേഴ്സിനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡെപ്യൂട്ടി ചെയ്യുക. ഓക്കെ, അപ്പോൾ അവർ പോയി ഈ മീഡിയേഷൻ നടത്തിയതിൻ്റെ എവിഡൻസ് വേണം. നമ്പർ 2, മെഹർ കൊടുക്കണം. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് വിവാഹബന്ധം വേണ്ടാന്ന് വെക്കാൻ പൂർണ്ണമായിട്ടും ഇസ്ലാമിക് ഫെയ്ത്തിൽ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം, എന്നാലും കോസ്റ്റ്ലി ആണോ ഇത്? എത്രത്തോളം അത്? ഇതെല്ലാം ഞാൻ പറഞ്ഞ കോടതിയെ പോലെയല്ല, കാരണം ഇത് ഒരു 10-15ഓളം വിവിധ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അതാത് സ്ഥലത്ത് നമ്മൾ ഓൺലൈനിലൊക്കെ ആയിരിക്കും അവരുടെ സർവീസസ് എടുക്കുന്നത്. പക്ഷേ പെർഫെക്ഷൻ ഭയങ്കര കൂടും, കിട്ടുന്ന ജസ്റ്റിസും വളരെ ഈസി ആക്സസ് ആയിരിക്കും. കോടതിയിൽ അത്രയും ചിലവ് വരത്തില്ല, അത്രയും. പക്ഷേ എല്ലാ കാര്യത്തിലും നമുക്ക് ഈസിയാണ്. പക്ഷെ വേറൊരു കാര്യമാണ്, ഈസിയാക്കി ഇങ്ങനെ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഡിവോഴ്സ് കൊടുക്കാനല്ല നമ്മളിരിക്കുന്നത്. ആ കുടുംബം എങ്ങനെയെങ്കിലും യോജിച്ചു പോകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതിനെ വിശകലനം ചെയ്തിട്ട് ഒന്നിപ്പിക്കുക. അത് ഇനി അവരുടെ 2 പേരുടെ ഇൻട്രസ്റ്റും കുഞ്ഞുങ്ങളുടെ ഇൻട്രസ്റ്റിനും ഇവർ പിരിയുന്നതാണ് നല്ലത്. അപ്പോൾ ശരിയാകില്ലാത്തത് ബന്ധമല്ല, ബന്ധനമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിനകത്താണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അത് കോടതിയിലെല്ലാം കൊടുക്കാവുന്ന രീതിയിലുള്ള വിത്ത് എവിഡൻസ് ആയിരിക്കും നമ്മൾ. പല കേസുകളിലും ഇത്രത്തോളം സ്റ്റെപ്പൊന്നും പോകേണ്ടി വരില്ല, ചെറിയൊരു ഹീലിങ്ങോട് കൂടി തന്നെ അത് സാധ്യമാകാറുണ്ട്. എന്നാൽ കോടതികളിൽ കയറി ഇറങ്ങുന്നവർക്ക് ഇത് മനസ്സിലാകാതെ പോകുന്നുണ്ട്. ചെറിയൊരു ഹീലിംഗ് മതിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു കൗൺസിലിംഗ് അസിസ്റ്റൻസോ എന്തെങ്കിലും മതിയാവും. പലപ്പോഴും ഇതിൻ്റെ അറിവില്ലായ്മ പലരെയും ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ എത്തിക്കാറുണ്ട്. ഇതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് സ്വകാര്യത പബ്ലിക്കായിട്ട് വലിച്ചു കീറുന്നു എന്നുള്ളതാണ് ഈ ഡിവോഴ്സിനെ കഴിഞ്ഞും കഷ്ടമായത്. കാരണം ഹസ്ബൻഡിനും വൈഫിനും മാത്രം അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ കാണും. ഓക്കെ, ആ കാര്യങ്ങൾ ഈ പബ്ലിക്കിൻ്റെ പുറത്ത് ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന 2 പേർക്കും ഉണ്ടാകാവുന്ന പ്രശ്നം, ആ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു പരിഹാരമായിരിക്കും. പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി ലോയേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ സഹകരണവും അവരും ടീമിലുണ്ടാകും. പിന്നെ കോടതിയിൽ എന്താണോ നിയമം പറയുന്ന ആ കോടതിയുടെ ഹെൽപ്പും. പക്ഷേ ഫാസ്റ്റർ ആയിരിക്കും, ഹസിൽ ഫ്രീ ആയിരിക്കും, സ്ട്രഗിൾ ഇല്ലാതെ എടുത്താനായിട്ട്. ഇത് കേട്ടിട്ട് എന്നാൽ പിന്നെ ഒരു കാര്യം ഒന്ന് ഡിവോഴ്സ് ചെയ്യാൻ കൊതിയാകുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമൊന്നും ഉണ്ടാകണ്ട. ചേരേണ്ടതാണെങ്കിൽ ചേർന്ന് പോകണം, ഒരിക്കലും ചേരാത്തതാണെങ്കിൽ പലപ്പോഴും പറയാറില്ലേ, ഏച്ചു കെട്ടിയാൽ മൊഴിച്ചിരിക്കുന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ മീഡിയേഷൻ്റെ ഭാഗത്തുനിന്ന് പോകുന്ന സമയത്ത് പലപ്പോഴും അത് യോജിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? ഇല്ല, ഇതിപ്പോൾ ഈ വളരെ എക്സ്പേർട്ടായിട്ടുള്ള പ്രൊഫഷണൽസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അറിയാറുണ്ട് അവരുടെ സൈക്കോളജി എന്താണ്, എന്ത് കാര്യം കൊണ്ടാണിത് വരുന്നത്. റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഒരു പാസ്റ്റ് പ്രോഗ്രാമാണോ, ഇവർ നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആണോ, എന്താണ്, വലിയൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ,
ഇങ്ങനെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചേരേണ്ടതാണ് ചേർക്കുക. ഇപ്പോൾ ഈ ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ പിന്നെ വലിയച്ഛനെ വേദനിപ്പിക്കാതെ കൊല്ലണേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏതായാലും ഡിവോഴ്സാണ്, പക്ഷെ ഒട്ടും വേദന ഇല്ലാതെ ചെയ്യാനായിട്ട് പറ്റിയൊരു അവസരം കൂടെയാണ്. അതല്ല ചേരാൻ പറ്റിയതാണെങ്കിൽ ചേർത്തെടുക്കാനുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു കേന്ദ്രം കൂടെ ആയിരിക്കും.